പ്രളയത്തിൽ കൃഷിനാശം സംഭവിച്ച നെൽ കർഷകർക്ക് ധനസഹായമോ ഇൻഷുറൻസ് പരിരക്ഷയോ ലഭിച്ചില്ലെന്ന് പരാതി. പ്രതിഷേധവുമായി കർഷകർ രംഗത്ത്. ഇരിങ്ങാലക്കുട നഗരസഭയും കൂടൽമാണിക്യം ദേവസ്വവും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. ദേവസ്വം കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകാത്തത് പ്ലാനിൽ നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്താത്തതിനാലെന്ന് നഗരസഭ. നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. യാഥാർത്ഥ്യമാകുന്നത് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമാന്തരമായുള്ള ടോൾ ഫ്രീ പാത. CPM പ്രവർത്തകൻ മതിലകത്ത് ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 7 പ്രതികൾക്കും ജീവപര്യന്തം. മായന്നൂർക്കാവ് മൂത്തേടത്ത് പ്രഭാകരനെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ്. വാർത്തകൾ വിശദമായി. പ്രളയത്തിൽ കൃഷിനാശം സംഭവിച്ച മുല്ലശ്ശേരി പഞ്ചായത്തിലെ ചോരത അക്കരപ്പാടം പടവിലെ നെൽകർഷകർക്ക് ധനസഹായമോ ഇൻഷുറൻസ് പരിരക്ഷയോ ലഭിച്ചില്ലെന്ന് പരാതി. പ്രതിഷേധവുമായി കർഷകർ. 70 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിലെ നെൽകൃഷി പ്രളയത്തിൽ നശിച്ചിരുന്നു. കൃഷി സംരക്ഷിക്കാൻ കർഷകർ പരമാവധി ശ്രമിച്ചെങ്കിലും മോശം വിളവാണ് ലഭിച്ചത്. മുല്ലശ്ശേരി കൃഷി ഓഫീസറുടെ കർഷകരോടുള്ള നിഷേധാത്മക നിലപാട് മൂലം ഇൻഷുറൻസ് തുക പോലും ലഭിച്ചില്ലെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികളായ ടി രാജൻ, PC ദേവസി, PP ബോബൻ എന്നിവർ പറഞ്ഞു. നാശനഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി 5-6 മാസമായിട്ട് ഞങ്ങൾ നടക്കുകയാണ്. കൃഷിഭവൻ ഓഫീസിൽ വന്നു. കൃഷിഭവൻ ഓഫീസറെ നേരിൽ കൊണ്ടുപോയി വിളനാശം ബോധ്യപ്പെടുത്തുകയും JDA ഓഫീസ് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെയും കാണുകയും അവർക്ക് അപേക്ഷ നൽകുകയും ചെയ്തു. ഞങ്ങൾ പലതവണ ബന്ധപ്പെട്ടിട്ടും നിഷേധാത്മകമായ നിലപാടാണ് കൃഷി ഓഫീസർ സ്വീകരിച്ചിട്ടുള്ളത്. കൃഷിനാശം പ്രളയസമയത്ത് തന്നെ കൃഷി ഓഫീസറെ നേരിലും രേഖാമൂലവും ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പോഴെല്ലാം കൃഷി ഓഫീസർ ആവുന്നതെല്ലാം ചെയ്തു തരാമെന്നും വെള്ളമിറങ്ങിയതിനു ശേഷം നേരിൽ വന്ന് കാണാമെന്നും പറഞ്ഞു. പിന്നീട് നേരിൽ വന്നപ്പോൾ കീടനാശിനിയും വളവും ചെയ്യുവാൻ നിർദ്ദേശിച്ചു. എന്നാൽ ശക്തമായ കാറ്റിലും മഴയിലും നെല്ല് പൂർണ്ണമായും ചെടിയിൽ വീണ് നശിക്കുകയായിരുന്നു. കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കൊയ്യാൻ പറ്റാവുന്നത് കൊയ്തെടുത്തുവെങ്കിലും കർഷകർക്ക് കൊയ്ത്തുകൂലിക്കുള്ള നെല്ല് പോലും ലഭിച്ചില്ല. പലതവണ കൃഷി ഓഫീസിലും ബന്ധപ്പെട്ട മേലധികാരികൾക്കും അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും കൃഷിനാശത്തിനുള്ള ധനസഹായം ലഭിച്ചിട്ടില്ല. പ്രളയത്തിൽ കൃഷി നശിച്ച ശേഷം വായ്പയെടുത്ത് നെൽകൃഷി സംരക്ഷിച്ച് അതിജീവനത്തിന് ശ്രമിച്ച കർഷകരെ കൃഷിവകുപ്പും സർക്കാരും കൈവിട്ടെന്ന് കർഷകർ പരാതിപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട കർഷകർ ഇനി എന്തു ചെയ്യുമെന്ന നിസ്സഹായ അവസ്ഥയിലാണ്. TCV പാവറട്ടി. ഇരിങ്ങാലക്കുട നഗരസഭയും കൂടൽമാണിക്യവും ദേവസ്വവും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. ദേവസ്വം കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകാത്തത് പ്ലാനിൽ നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്താത്തതിനാലെന്ന് നഗരസഭ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വം കുട്ടിലാക്കൽ പറമ്പിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നാലമ്പലം പിൽഗ്രിമേജ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ കിറ്റ്കോ നിർമ്മിച്ചു നൽകിയ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ജൂലൈ 17-ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചതാണ്. എന്നാൽ നാളിതുവരെ കെട്ടിടം ഉപയോഗിക്കാൻ ദേവസ്വത്തിനായിട്ടില്ല. കെട്ടിടത്തിന് നമ്പർ നൽകുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഇതേ അവസ്ഥയാണ് കച്ചേരി വളപ്പിലെ കെട്ടിടങ്ങൾക്കെന്നും ദേവസ്വം ചെയർമാൻ U പ്രദീപ് മേനോൻ ആരോപിച്ചിരുന്നു. എന്നാൽ കെട്ടിടത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കിയിട്ടാണ് നഗരസഭയിൽ പെർമിറ്റിനായി അപേക്ഷിച്ചതെന്നും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കെട്ടിടത്തിന്റെ പ്ലാനിൽ ന്യൂനതകൾ കണ്ടെത്തുകയും ഇവ പരിഹരിച്ച് വീണ്ടും പ്ലാൻ സമർപ്പിക്കാൻ ദേവസ്വത്തോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും നാളിതുവരെ അത്തരത്തിൽ പ്ലാൻ സമർപ്പിക്കാതെ തങ്ങൾ എങ്ങനെയാണ് കെട്ടിട നമ്പർ നൽകുക എന്നും നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു ചോദിക്കുന്നു. കച്ചേരി വളപ്പിലെ കെട്ടിടത്തിൽ നവീകരണം നടത്തിയ ശേഷമാണ് നഗരസഭയിൽ ഇതേ രീതിയിൽ പെർമിറ്റിനായി അപേക്ഷ സമർപ്പിച്ചതെന്നും പ്ലാൻ സമർപ്പിച്ചാൽ കെട്ടിട നമ്പർ നൽകാൻ ബുദ്ധിമുട്ടില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ദീപക്കാഴ്ച വിഷയത്തിൽ ദേവസ്വത്തിനോട് കൂടിയാലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂവെന്ന് ആരോടും വാക്ക് നൽകിയിട്ടില്ലെന്നും കൗൺസിലിൽ വന്ന ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് പന്തൽ നിർമ്മാണത്തിന് അനുമതി നൽകിയതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. രാഷ്ട്രീയത്തിലുപരി ഇരിങ്ങാലക്കുടക്കാരെ ആനന്ദിപ്പിക്കുന്ന ഒന്നായി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഉത്സവം നടക്കണമെന്നാണ് നഗരസഭയുടെ ആഗ്രഹമെന്നും ചെയർപേഴ്സൺ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TCV ഇരിങ്ങാലക്കുട. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം മണലിപ്പുഴയ്ക്ക് കുറുകെ നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പാലത്തിന്റെ അസ്ഥിവാരമെടുക്കുന്ന ജോലികളാണ് വ്യാഴാഴ്ച ആരംഭിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത്. നബാർഡിന്റെ 3 കോടിയും സംസ്ഥാന സർക്കാരിന്റെ 75 ലക്ഷവും ഉൾപ്പെടെ 3.75 കോടി രൂപയ്ക്ക് മരത്താക്കരയിലെ JMJ അസോസിയേറ്റ്സ് ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 12 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി. കേരളത്തിൽ ഒരു പുഴയ്ക്ക് കുറുകെ തൂണുകളില്ലാതെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ ബോക്സ് ഗർഡർ പാലം എന്ന പ്രത്യേകത പുലക്കാട്ടുകരയിൽ പണിയുന്ന പാലത്തിനുണ്ട്. പാലത്തിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ 7.5 മീറ്റർ വീതിയുണ്ടാകും. പാലത്തിൽ ഫുട്പാത്ത് ഒരുക്കിയിട്ടില്ല.
പകരം ഇറിഗേഷൻ റെഗുലേറ്ററിലെ പഴയ നടപ്പാലം കാൽനടയാത്രക്കാർ ഉപയോഗിക്കണം. പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമാന്തരമായി ടോൾ ഫ്രീ പാതയാണ് യാഥാർത്ഥ്യമാകുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. CPM പ്രവർത്തകൻ തിരുനെല്ലൂർ മതിലകത്ത് ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിലെ 7 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ്. പ്രതികളെല്ലാം RSS പ്രവർത്തകരാണ്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കേസിലെ 1 മുതൽ 7 വരെയുള്ള പ്രതികളെയാണ് തൃശൂർ 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. എളവള്ളി സ്വദേശികളായ പട്ടാളി വീട്ടിൽ നവീൻ, കളപ്പുരയ്ക്കൽ വിജയശങ്കർ, ചുക്കുബസാർ സ്വദേശികളായ കോന്തച്ചൻ വീട്ടിൽ രാഹുൽ, മുക്കോല വീട്ടിൽ വൈശാഖ്, ആയിരങ്കണ്ണി സ്വദേശി പ്രമോദ്, തിരുനെല്ലൂർ തെക്കേപ്പാട്ട് സുബീൻ എന്ന കണ്ണൻ, പാവറട്ടി കോന്തച്ചൻ വീട്ടിൽ ബിജു എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടത്. ജീവപര്യന്തത്തിന് പുറമെ 10,000 രൂപ വീതം പിഴയടയ്ക്കാനും മറ്റ് വകുപ്പുകൾ പ്രകാരം 4 വർഷം തടവും 5,000 രൂപ വീതം പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് കോടതി കണ്ടെത്തി. ഷിഹാബുദ്ദീൻ കേസിൽ പ്രോസിക്യൂഷൻ 65 സാക്ഷികളെ വിസ്തരിച്ചു. 155ഓളം രേഖകൾ ഹാജരാക്കി, 45 തൊണ്ടിമുതലുകൾ ഹാജരാക്കി. ഷിഹാബുദ്ദീന് 49 വെട്ടാണ് ഏറ്റിട്ടുള്ളത്. ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടിയതിൽ പ്രോസിക്യൂഷൻ വളരെ സന്തോഷമുണ്ട്. 2015 മാർച്ച് 1 കേസിനാസ്പദമായ സംഭവം. രാത്രി 7:30 ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി സുഹൃത്തായ ബൈജുവിനൊപ്പം ബൈക്കിൽ പോകുമ്പോഴാണ് കാറ് കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയ സംഘം ഷിഹാബുദ്ദീനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തെളിവുകളുടെ അഭാവത്തിൽ കേസിലെ മറ്റ് 4 പ്രതികളെ കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KD ബാബു കോടതിയിൽ ഹാജരായി. ഷിഹാബുദ്ദീന്റെ സഹോദരൻ മുജീബ് റഹ്മാനും 2006 കൊല ചെയ്യപ്പെട്ടിരുന്നു. TCV തൃശൂർ. മായന്നൂർ പ്രഭാകരൻ വധക്കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ്. ഒറ്റപ്പാലം സ്വദേശികളായ പ്ലാക്കിൽ വീട്ടിൽ കൃഷ്ണദാസ്, കൊട്ടിലംകുറിച്ചി വീട്ടിൽ സത്യൻ എന്നിവരെയാണ് തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2005 മാർച്ച് 26 കേസിനാസ്പദമായ സംഭവം. മായന്നൂർക്കാവ് ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ വാക്കുതർക്കമാണ് മായന്നൂർ സ്വദേശി മൂത്തയടത്ത് പ്രഭാകരന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. ജീവപര്യന്തത്തിന് പുറമെ മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരം 1 വർഷവും 1 മാസം തടവിനും കോടതി ശിക്ഷിച്ചു. 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചു. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കേണ്ടി വരും. 1-2 പ്രതികളെ കോടതി കുറ്റക്കാരെന്ന് കണ്ട് 302-ാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം കൂടെ കഠിന തടവിനും 341 വകുപ്പ് പ്രകാരം 1 മാസം വെറും തടവിനും 506(2) മറ്റുള്ളവരിൽ മരണഭയം ഉണ്ടാക്കിയെന്നുള്ള കാരണം കൊണ്ട് 1 വർഷം വെറും തടവിനാണ് ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. കേസിൻ്റെ വിചാരണ പൂർത്തിയായെങ്കിലും ചില ഔദ്യോഗിക വിഷയങ്ങളാൽ ഈ കേസിൻ്റെ വിധി പറയുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ വൈകിയതാണ്. അതേസമയം കേസിൽ പ്രതി ചേർക്കപ്പെട്ട 3 പേരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകരായ മെഹബൂബ്, P സുനിൽ എന്നിവർ കോടതിയിൽ ഹാജരായി. TCV തൃശൂർ. ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ, വരദരപ്പള്ളി, കല്ലൂർ റൂട്ടുകളിലെ സ്വകാര്യ ബസ് ജീവനക്കാർ വെള്ളിയാഴ്ച നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. പുതുക്കാട് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കിൽ സ്വകാര്യ ബസ്സുകൾ കുടുങ്ങുന്നത് മൂലം ട്രിപ്പുകൾ മുടങ്ങുന്നതും ഗതാഗതക്കുരുക്കിൽ കിടന്ന സമയം ലാഭിക്കുന്നതിനായി മത്സരയോട്ടം നടത്തുന്നതും പതിവായിരുന്നു. സ്വകാര്യ ബസ്സുകൾക്ക് ടോൾ പ്ലാസയിൽ പ്രത്യേക ട്രാക്കിന്റെ കാര്യം പരിഗണിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം മാറ്റിവെച്ചതെന്ന് ബസ് തൊഴിലാളികൾ അറിയിച്ചു. കാട്ടൂർ മാർക്കറ്റിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പ് ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി. സ്വകാര്യ വ്യക്തി നടത്തിയിരുന്ന ക്യാമ്പാണ് അടപ്പിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ 40ഓളം തൊഴിലാളികളെയാണ് ഇവിടെ അനധികൃതമായി താമസിപ്പിച്ചിരുന്നത്. നേരത്തെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്യാമ്പ് അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചെങ്കിലും കെട്ടിട ഉടമ തയ്യാറായില്ല. വ്യാഴാഴ്ച ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി അനധികൃത ക്യാമ്പ് അടച്ചുപൂട്ടുകയും 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ നോട്ടീസ് പതിക്കുകയും ചെയ്യുകയുമായിരുന്നു. എരുമപ്പെട്ടി മേഖലയിൽ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് തുടർക്കഥയാകുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ പൈപ്പുകൾ പൊട്ടുന്നത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം സ്കൂളിന് മുൻവശം നെല്ലുവായ്, കരിയന്നൂർ, പാഴിയോട്ടുമുറി എന്നിവിടങ്ങളിലാണ് നിരന്തരമായി പൈപ്പുകൾ പൊട്ടി ശുദ്ധജലം പാഴാകുന്നത്. കടങ്കോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടുന്നത്. നിരന്തരം പൈപ്പുകൾ പൊട്ടുന്നത് മൂലം ആഴ്ചകൾ കഴിഞ്ഞാണ് ഇവിടെ കുടിവെള്ളം ലഭ്യമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിലെ കാലപ്പഴക്കം ചെന്ന ജലവിതരണ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്.
ഏനമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ ഇരിപ്പു കൃഷിക്ക് തുടക്കമായി. 310 ഏക്കർ വിസ്തൃതിയിലുള്ള വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ മൂപ്പ് കുറഞ്ഞ മനുരത്ന വിത്ത് ഉപയോഗിച്ചാണ് ഇരിപ്പു കൃഷി ചെയ്തിട്ടുള്ളത്. വിത്ത് വിത ഉത്സവത്തിന് പടവ് കമ്മിറ്റി ഭാരവാഹികളായ TV ഹരിദാസൻ, രവി അമ്പാട്ട്, KH നജീബ് എന്നിവർ നേതൃത്വം നൽകി. ബാബു മധുക്കരയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ ഗ്രീൻ ആർമിയാണ് വിതയ്ക്ക് നേതൃത്വം നൽകുന്നത്. 5 ദിവസം കൊണ്ട് കോൾപ്പടവിലെ വിത പൂർത്തിയാക്കാനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ആറാട്ടുപുഴ പൂരത്തിലെ മുഖ്യ പങ്കാളികളൊന്നായ അന്തിക്കാട് ശ്രീ കാർത്യായനി ദേവിയുടെ മകയിര്യം പുറപ്പാട് നടന്നു. 3 ഗജവീരന്മാരുടെ അകമ്പടിയിൽ തൃപ്രയാർ രമേശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെയായിരുന്നു മകയിര്യം പുറപ്പാട്. തുടർന്ന് ക്ഷേത്രകുളത്തിൽ ആറാട്ടും നടന്നു. 16-ന് ദേവിയുടെ പകൽ പൂരം നടക്കും. 19-നാണ് അന്തിക്കാട് ചൂരക്കോട്ട് ഭഗവതിമാരുടെ പൂരം. ചൂരക്കോട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ മകയിര്യം പുറപ്പാട് ഭക്തിസാന്ദ്രമായി. പുറപ്പാട് ദിവസം ഉച്ചതിരിഞ്ഞ് പാണ്ടിമേളത്തോടെ ദുർഗാ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് ആറാട്ട്, നവകം, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടന്നു. രാവിലെ തങ്കവിഗ്രഹത്തോടു കൂടിയ ദേവിയുടെ പുതിയ ഉത്സവത്തിടമ്പ് സമർപ്പണം നടന്നു. താലമെടുത്ത സ്ത്രീകളുടെയും മേളത്തിന്റെയും അകമ്പടിയിൽ തങ്കവിഗ്രഹം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ സമർപ്പിച്ചു. തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രമേൽശാന്തി പാതൂർ മഠം രാമചന്ദ്രൻ എമ്പ്രാന്തിരി സഹകാർമ്മികനായി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കാലത്തിനനുസരിച്ച് രൂപം മാറുകയാണ് തഴപ്പായ. ഒരു കാലത്ത് വിപണിയിലെ മത്സരവും അസംസ്കൃത വസ്തുവിന്റെ ലഭ്യതക്കുറവും മൂലം പിന്നോക്കം പോയ തഴപ്പായ അഴക് കൂട്ടി കൂടുതൽ ജനപ്രിയമാകുകയാണ്. അരികുകളിൽ നിറമുള്ള കര തയ്ച്ചു പിടിപ്പിച്ച പായയെ കൂടുതൽ ഭംഗിയുള്ളതാക്കുക വഴി വിപണിയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ പറയുന്നു. ആവശ്യക്കാരുണ്ട് എന്ന് വെച്ചാൽ ഇത് പോകുന്നുണ്ട്. പിന്നെ വടക്കോട്ടായിട്ട് പിന്നെ വടകര, കണ്ണൂർ വരെയും പോകുന്നുണ്ട്. തഴ കിട്ടാത്തതിൻ്റെ പേരിൽ ഇതിപ്പോൾ ചുരുങ്ങി വരികയാണ്. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇത്തരം പായകൾക്ക് ആവശ്യക്കാരുണ്ട്. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പായകൾ ഭംഗി കൂട്ടി വിപണിയിലെത്തിക്കുമ്പോൾ കൂടുതൽ വിലയും ലഭിക്കും. ഗുണമേന്മ ഏറെയുള്ള പഴയ മെത്തപ്പായയോടുള്ള സാമ്യതയാണ് രൂപമാറ്റത്തിലൂടെ തഴപ്പായയ്ക്ക് ലഭിക്കുന്നത്. എന്നാൽ പായ നെയ്യാൻ ഉപയോഗിക്കുന്ന തഴയുടെ ലഭ്യതക്കുറവ് ഈ തൊഴിലിന് ഭീഷണിയാകുന്നുണ്ട്. എങ്കിൽ പോലും കിടക്കയും പ്ലാസ്റ്റിക് പായയും കടന്നു വന്നതോടെ ആവശ്യക്കാർ കുറഞ്ഞ തഴപ്പായ അഴക് വർദ്ധിപ്പിച്ച് പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. TCV കൊടുങ്ങല്ലൂർ. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം വർണ്ണാഭമായി. വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പൂരം എഴുന്നള്ളിപ്പ് നടന്നു. ഉച്ചയോടെ നടന്ന 14 ദേശക്കാരുടെ കാവടിയാട്ടം വർണ്ണശബളമായി. ഉച്ചതിരിഞ്ഞ് നടന്ന കാഴ്ചശീവേലിയും ചെമ്പൂച്ചിറ നൂലുവള്ളി ദേശങ്ങളുടെ കുടമാറ്റവും ആവേശം വിതറുന്നതായി. ഇരുവിഭാഗങ്ങളിലും 9 ആനകൾ വീതം അണിനിരന്നു. ചെമ്പൂച്ചിറ ദേശത്തിനു വേണ്ടി പുതുപ്പള്ളി കേശവനും നൂലുവള്ളി ദേശത്തിനു വേണ്ടി തെച്ചിക്കോട്ടുകാവ് ദേവിദാസനും തിടമ്പേറ്റി. ചെമ്പൂച്ചിറ ദേശത്തിന്റെ മേളത്തിന് കേളത്ത് സുന്ദരന്മാരാരും നൂലുവള്ളി ദേശത്തിന്റെ മേളത്തിന് ചേന്നമംഗലം രഘുമാരാരും പ്രമാണികരായി. പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജന്മാരാരും കലാമണ്ഡലം പ്രദീപും നേതൃത്വം നൽകി. വെടിക്കെട്ട്, ദീപാരാധന, നാദസ്വര കച്ചേരി, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്നവരുടെ അതിജീവനത്തിന് പുസ്തകങ്ങളുടെ നാട്ടിൽ പുത്തൻ പദ്ധതി. കഴിഞ്ഞ 39 വർഷമായി കുന്നംകുളം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ അധികൃതരുടെ നീണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണിത്. ഈ പുസ്തകങ്ങൾക്ക് വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സാധാരണ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നതാണ് സർക്കാർ നയം. ഇത് പ്രാവർത്തികമല്ലെന്ന് കണ്ടാണ് ബാലസഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്കൂൾ എന്ന ആശയം ഉടലെടുത്തത്. 18 വയസ്സ് കഴിഞ്ഞ ഇത്തരം കുട്ടികളെ സാധാരണ രീതിയിൽ വീടുകളിലെ മുറിക്കുള്ളിൽ തളച്ചിടുകയാണ് പതിവ്. എന്നാൽ ഇവർക്ക് സ്വയം പ്രാപ്തരാകാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ ആരംഭിച്ച ബൈൻഡിംഗ് യൂണിറ്റ്. ഇവിടെ 18 പിന്നിട്ട ഒരു പറ്റം കുട്ടികൾ സ്വന്തമായി നിർമ്മിച്ച പുസ്തകങ്ങൾ ഈ സീസണിൽ മാർക്കറ്റിലെത്തും.
ഇവ വിറ്റുകിട്ടുന്ന പണമാണ് ഇവരുടെ വേതനം. വ്യാവസായിക അടിസ്ഥാനത്തിൽ മറ്റുള്ളവരോട് മത്സരിക്കാൻ പ്രാപ്തമൊന്നുമല്ല ഇവരുടെ പ്രയത്നം. പക്ഷേ ഒന്നുമല്ലെന്ന് സമൂഹം വിധിയെഴുതിയ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ അതിജീവനമാണിത്. 200 പേജുള്ള വരയില്ലാത്ത പുസ്തകത്തിന് 50 രൂപയാണ് വിലയിട്ടിട്ടുള്ളത്. പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ അവ നിർമ്മിച്ചവരുടെ ഫോട്ടോ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അകം ചട്ടയിൽ അവരുടെ പ്രയത്നത്തിന്റെ കഥയും. ഇത് പുതിയൊരു ചരിത്രമാണ്. വിധിയെ പൊരുതി തോൽപ്പിച്ച, ജന്മനാ വെല്ലുവിളികൾ നേരിടുന്ന ഒരു യുവതയുടെ യുദ്ധത്തിന്റെ ചരിത്രം. ഇത് ഒരുപക്ഷെ രാജ്യം മുഴുവൻ വ്യാപിച്ചേക്കാം. സ്വന്തം കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകാതിരുന്ന കുട്ടികളെ പാട്ടും നൃത്തവും പഠിപ്പിക്കുന്ന ഇവിടുത്തെ അധ്യാപകർ തുടങ്ങിവെച്ച യുദ്ധത്തിന്റെ വിജയയാത്രയിലെ പുതിയ അധ്യായം. ഇത് വിജയം വരിക്കാൻ സന്മനസ്സുള്ളവർ ഒന്നിക്കണം. പുസ്തകങ്ങൾ വിൽപ്പന നടത്തുന്നത് സാധാരണ മാർക്കറ്റിലൂടെയല്ല. ആവശ്യക്കാർക്ക് ചൈതന്യയിലെത്തി വാങ്ങാം, അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ തപാലിലെത്തിക്കും. ഇത്തരത്തിൽ വിൽപ്പന നടന്നാൽ വരും വർഷങ്ങളിൽ പദ്ധതിയിലേക്ക് ഇത്തരം കുട്ടികളെ കൂടുതൽ എത്തിക്കാമെന്നാണ് പ്രതീക്ഷ. TCV കുന്നംകുളം. ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാനെ എഴുന്നള്ളിച്ചു വയ്ക്കുന്നതിനു വേണ്ടി പുതുതായി നിർമ്മിച്ച പഴുക്കാ മണ്ഡപത്തിന്റെ നിർമ്മാണം പാവറട്ടിയിൽ പൂർത്തിയായി. പൂർണ്ണമായും വരിക്കപ്ലാവിലാണ് മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. 198 സെന്റിമീറ്റർ ഉയരവും 102 സെന്റിമീറ്റർ വീതിയും ഇതിനുണ്ട്. ശില്പി നന്ദൻ എളവള്ളിയാണ് മണ്ഡപം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജേഷ് കടവല്ലൂർ, നവീൻ, മണി, ഷാജി കുമ്പളം, രവീന്ദ്രൻ എന്നിവരും നിർമ്മാണത്തിൽ പങ്കാളികളായി. മരത്തിൽ നിർമ്മിച്ച മണ്ഡപത്തെ പിച്ചളയും ചെമ്പും പൊതിഞ്ഞ് മനോഹരമാക്കിയത് മാന്നാർ സ്വദേശി അനന്തനാചാര്യാണ്. തമിഴ്നാട് സ്വദേശി വൈദ്യനാഥൻ എന്ന ഭക്തനാണ് പഴുക്കാ മണ്ഡപം വഴിപാടായി ഭഗവാന് സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പുതുതായി നിർമ്മിച്ച ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിൽ നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ചതും നന്ദൻ എളവള്ളിയാണ്. ജനതാദൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രസ് ക്ലബ് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് കടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിനുള്ള സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുക, ഉദ്ഘാടനം കഴിഞ്ഞ അത്യാഹിത വിഭാഗം പ്രവർത്തന സജ്ജമാക്കുക, സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പുകൾ നടത്തുക, പൂട്ടിയിട്ട പേവാർഡ് ഉടൻ തുറന്നു പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. UDF കൺവീനർ ഉമ്മർ ചെറുവായിൽ, രാജു നെല്ലിക്കാട്ടിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്കണ്ടിയൂർ കൃഷിഭവനിൽ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിക്കുള്ള അപേക്ഷകൾ നിരസിക്കുന്നു എന്നാരോപിച്ച് ജില്ലാ കളക്ടർക്ക് പൊതുപ്രവർത്തകന്റെ പരാതി. തളിക്കുളം സ്വദേശി PB ഗണേശനാണ് ഏങ്കണ്ടിയൂർ കൃഷി ഓഫീസർക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. റേഷൻ കാർഡിൽ കൃഷി അല്ലെങ്കിൽ കൂലിപ്പണി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കൂ എന്നാണ് കൃഷി ഓഫീസറുടെ നിലപാടെന്നാണ് പരാതി. ചെറുകിട കർഷകർക്കുള്ള പദ്ധതി ബന്ധപ്പെട്ട കൃഷി ഓഫീസർ അട്ടിമറിക്കുകയാണെന്ന് PB ഗണേശൻ ആരോപിക്കുന്നു. ഏങ്കണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന കൃഷി ഓഫീസർ റേഷൻ കാർഡിൽ കൂലിയെന്നോ കൃഷിക്കാരനെന്നോ രേഖപ്പെടുത്തിയ ആളുകളുടെ അപേക്ഷ മാത്രം സ്വീകരിക്കുകയുള്ളൂ. മത്സ്യത്തൊഴിലാളികളും തുന്നൽ തൊഴിലാളികൾ, കാർപ്പൻറ്റർമാർ അങ്ങനെയുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ലെന്നും പറഞ്ഞു. ചെറുകിട മാത്രമായ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നതായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ച് അന്വേഷിക്കുകയും അദ്ദേഹം സ്വന്തം നിലപാടിൽ ഉറച്ചേൽക്കുകയാണ് ഉണ്ടായത്. അപേക്ഷകൾ സ്വീകരിക്കാത്ത സാഹചര്യം ഉണ്ടാകരുതെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ സർക്കുലർ സഹിതമാണ് ഗണേശൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. കുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടൂർ നെടുമ്പുര സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഇസ്മായിലിനെയാണ് കയ്പമംഗലം SI റിയാസ് ചാക്കിരിയും സംഘവും അറസ്റ്റ് ചെയ്തത്. 10ഉം 11ഉം വയസ്സുള്ള 4 കുട്ടികളെയാണ് ഇയാൾ പീഡനത്തിനിരയാക്കിയത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ASI അബ്ദുൾ ലത്തീഫ്, സീനിയർ CPOമാരായ സജിബാൽ, സുരേന്ദ്രൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഒരിടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ,
ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. പരീക്ഷകൾ നടക്കുന്നതിനിടെ നിരന്തരമായി വൈദ്യുതി തടസ്സപ്പെടുന്നത് വിദ്യാർത്ഥികൾക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ചാലക്കുടി നഗരത്തിലും സമീപ പഞ്ചായത്ത് പ്രദേശങ്ങളിലുമാണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നത് ദുരിതമായി മാറിയത്. കൂടപ്പുഴ പ്രദേശത്ത് ബുധനാഴ്ച ഉച്ച മുതൽ രാത്രി 10 വരെ 20 തവണയെങ്കിലും വൈദ്യുതി തടസ്സപ്പെട്ടു. പരിയാരം പഞ്ചായത്തിലെ മോതിരക്കണ്ണിയിൽ 2 ആഴ്ചയായുള്ള വൈദ്യുതി പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ട്രാൻസ്ഫോമറുകളിലെ തകരാറുകളും അമിത വോൾട്ടേജുമാണ് ഇപ്പോൾ പവർ ഹൌസ് നേരിടുന്ന പ്രശ്നം. വൈദ്യുതിയുടെ അമിത ഉപയോഗവും വിതരണത്തിലെ സുഗമമായ നടത്തിപ്പിന് വിലങ്ങുതടിയാകുന്നു. ആമ്പല്ലൂരിൽ ദേശീയപാതയ്ക്ക് സമീപം ഒഴിഞ്ഞ പറമ്പിൽ പുല്ലിന് തീപിടിച്ചു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറിയിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 തീപിടുത്തം. തീ പടരുന്നത് കണ്ട സമീപത്തെ വർക്ക്ഷോപ്പിലെ ജീവനക്കാർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. അഗ്നിശമന സേനാംഗങ്ങളുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ലോറിയിലേക്ക് തീ പടരുന്നത് ഒഴിവായി. 200ഓളം നിറച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ അണയ്ക്കാനായത്. സ്റ്റേഷൻ ഓഫീസർ പി മുരളീധരൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ ലോഹിതൻ, MS ജയൻ, ലീഡിംഗ് ഫയർമാൻ PB സുനി എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം തീപിടുത്തം. 3 ഏക്കറോളം വരുന്ന പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. പാഴ്മരങ്ങളും പൊന്തക്കാടുകളും പൂർണ്ണമായും കത്തിനശിച്ചു. ജനവാസ മേഖലയിലേക്ക് തീ പടർന്നു പിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരും പരിസരവാസികളും ചേർന്നാണ് തീയണച്ചത്. രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന നിലപാടുകളാണ് BJP സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യയിൽ നടപ്പാക്കിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. ഇടതുമുന്നണി ലോക്സഭാ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന ഗുരുവായൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MM വർഗീസ്. ചടങ്ങിൽ KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷത വഹിച്ചു. ഗീതാ ഗോപി MLA, മുൻ മന്ത്രി KP രാജേന്ദ്രൻ, മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ച് മണിക്കൂറുകൾക്കകം ക്ഷേത്ര പരിസരം വൃത്തിയാക്കി ചാവക്കാട് നഗരസഭ. ചെയർമാൻ NK അക്ബറിന്റെ നേതൃത്വത്തിൽ കൌൺസിൽ അംഗങ്ങളും നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ചേർന്നാണ് ക്ഷേത്ര പരിസരം വൃത്തിയാക്കിയത്. കാറ്റാടി മുതൽ അയിനപ്പുള്ളി വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളും ക്ഷേത്ര പരിസരവും വൃത്തിയാക്കി മാലിന്യങ്ങൾ കൊണ്ടുപോയി. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, കൌൺസിലർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ പോൾ തോമസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശിവപ്രസാദ്, KV വസന്ത്, MD റിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വച്ഛ് ഭാരത് മിഷൻ സംഘടിപ്പിച്ച സ്വച്ഛ് സർവേക്ഷൺ മത്സരത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയായി ചാവക്കാടിനെ തെരഞ്ഞെടുത്തിരുന്നു. ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ക്ഷയിച്ചുപോയ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ എതിരിടാൻ ത്രാണിയില്ലാതായെന്നും ഇന്ത്യയിൽ അടുത്തത് കൂട്ടുകക്ഷി ഭരണമായിരിക്കുമെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രൻപിള്ള. ചാലക്കുടി മണ്ഡലം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാരിന് ജനഹൃദയങ്ങളിൽ സ്ഥാനം ലഭിച്ചതിന്റെ അസൂയ മൂലമാണ് കേരളത്തിൽ കോൺഗ്രസും BJPയും ഒന്നായി നിൽക്കുന്നതെന്നും ചന്ദ്രൻപിള്ള പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി PM വിജയൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി ഇന്നസെന്റ്, മുൻ MLA AK ചന്ദ്രൻ, UP ജോസഫ്, യൂജിൻ മൊറേലി, BD ദേവസി MLA തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേസ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്ന ചലഞ്ച് വിദ്യാ കോളേജിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വി ചലഞ്ച് വേസ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്ന ആശയത്തിന് പിന്തുണയുമായി സിനിമാ താരം ഗിന്നസ് പക്രവും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ടിറമലും കോളേജിലെത്തിയത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രോത്സാഹനമായി. മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും പൊതുജനങ്ങൾക്കും ഈ ചലഞ്ച് ഏറ്റെടുക്കാം. സമാനമായ പുതിയ ആശയങ്ങൾ ഉപയോഗിച്ച് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്തും പാഴായി പോകുന്ന വസ്തുക്കളെ നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കിയുമാണ് മറ്റുള്ളവർ ചലഞ്ച് ഏറ്റെടുക്കേണ്ടത്. വിദ്യയിലെ വിദ്യാർത്ഥികളുടെ ഈ ആശയത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോളേജിൽ നടന്ന ചടങ്ങിൽ മാലിന്യവിമുക്ത കേരളം എന്ന ആശയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗിന്നസ് പക്രു അജയകുമാർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പാഴായ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് വിദ്യാർത്ഥികൾ നിർമ്മിച്ച വെർട്ടിക്കൽ ഗാർഡന്റെ ഉദ്ഘാടനവും ഗിന്നസ് പക്രു നിർവഹിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പ്രതിജ്ഞ ഫാദർ ഡേവിസ് ടിറമൽ ചൊല്ലിക്കൊടുത്തു. പ്രകൃതി സംരക്ഷണ പ്രവർത്തകരായ സൈക്കിൾ ഫ്രാൻസിസ് വേലൂർ, വർഗീസ് തരകൻ, ജോസ് പുറ്റേക്കര, ഷാജി കളിയത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുൻ MLA ബാബു M പാലിശ്ശേരി,
വിദ്യാ ട്രസ്റ്റ് ചെയർമാൻ സുധാകരൻ കോളശ്ശേരി, പ്രിൻസിപ്പൽ ഡോക്ടർ CB സജി, കോർഡിനേറ്റർ അജിത് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV എരുമപ്പെട്ടി. ലോക്സഭ ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജു എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിലെ ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തി. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം, എരുമപ്പെട്ടി ജുമാ മസ്ജിദ്, എരുമപ്പെട്ടി ഫൊറോന പള്ളി, വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളി എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. മേൽശാന്തി രഘുത്തമൻ തിരുമേനി, ഖത്തീബ് ബഷീർ സഖാഫി, വികാരിമാരായ ഫാദർ ജോയ് അടമ്പുകുളം, ഫാദർ ജോൺസൺ ഐനിക്കൽ എന്നിവർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. വേലൂർ മാറുമറയ്ക്കൽ സമരസേനാനി മീനാക്ഷിയമ്മയെയും PK ബിജു സന്ദർശിച്ചു. മന്ത്രി AC മൊയ്തീൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ എന്നിവരും LDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഭാരതത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമോ എന്ന ചോദ്യമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ മണലൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുരളി പെരുന്നെല്ലി MLA യോഗത്തിൽ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്, LDF നേതാക്കൾ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി മധുക്കര ശ്രീ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂരമഹോത്സവവും ആവേശമായി. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് ചെറുക്കമറ്റം മന പ്രകാശൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് നടന്ന പൂരം എഴുന്നള്ളിപ്പിൽ ഗജവീരൻ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ഭഗവതിയുടെ തിടമ്പേറ്റി. സുനിൽ പുതുശ്ശേരി മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. ക്ഷേത്രസന്നിധിയിൽ രാത്രി നാടൻ പാട്ടുകളുടെ ദൃശ്യാവതരണവും ഒരുക്കിയിരുന്നു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹത്തിന് പൊങ്കാല മഹോത്സവത്തോടെ സമാപനമായി. പൊങ്കാലയ്ക്ക് ശേഷം അന്നദാനവും നടന്നു. ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർ കൃഷ്ണൻ നമ്പൂതിരി പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് മേൽശാന്തി രാജേഷ് എംബ്രാന്തിരി, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻകാല നേതാക്കളുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ത്യാഗസന്നദ്ധമായ പ്രവർത്തനങ്ങളാണ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചതെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ CPI മണ്ഡലം സെക്രട്ടറിയായിരുന്ന VL ജോണിയുടെ 6ാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ അധ്യക്ഷനായി. CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം AN രാജൻ, യുവ കലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി EM സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന LDF വടക്കാഞ്ചേരി മണ്ഡലം കൺവെൻഷൻ NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി AC മൊയ്തീൻ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം P ബാലചന്ദ്രൻ, LDF സ്ഥാനാർത്ഥി PK ബിജു, മഹിളാ ജനതാ സംസ്ഥാന സെക്രട്ടറി കാവ്യ പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന് വോട്ട് അഭ്യർത്ഥിക്കുന്ന ചുമരെഴുത്തുകൾ സജീവമായി. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നിയോജക മണ്ഡലം തലത്തിൽ പൂർത്തിയാക്കി ഒരു ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഫ്ലക്സ് ബോർഡുകൾക്ക് നിയന്ത്രണം വന്നതോടെയാണ് ചുമരെഴുത്തുകൾ വീണ്ടും സജീവമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. നഗരസഭാ ടൗൺഹാളിൽ മന്ത്രി AC മൊയ്തീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CPI നിയോജക മണ്ഡലം സെക്രട്ടറി KT ഷാജൻ അധ്യക്ഷനായി. മോദി ഭരണം സർവത്ര മേഖലയിലും ദുരിതം വിതയ്ക്കാൻ മാത്രമേ സഹായകമായിട്ടുള്ളൂവെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, സ്ഥാനാർത്ഥി PK ബിജു, VK ശ്രീരാമൻ എന്നിവർ സംസാരിച്ചു. LDF ചേലക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി അരുൺ കാളിയത്ത് അധ്യക്ഷനായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, LDF ആലത്തൂർ പാർലമെന്റ് മണ്ഡലം കൺവീനർ NR ബാലൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AB വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് നടക്കുന്ന വേല ഫെസ്റ്റിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ രാജേഷ് നമ്പ്യാത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്നവരെയും കുട്ടികളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും വിനോദോപാധികളും ഭക്ഷണ സ്റ്റാളുകളും ചിത്രപ്രദർശനങ്ങൾ എന്നിവയെല്ലാം ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 23-നാണ് അന്തിമഹാകാളൻകാവിലെ വേല. ലോക വൃക്ക ദിനാചരണത്തിന്റെ ഭാഗമായി ISM തൃശൂർ ജില്ലാ മെഡിക്കൽ എയ്ഡ് സെന്റർ വൃക്കരോഗ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഡയാലിസിസ് യൂണിറ്റുമായി സഹകരിച്ച് നടത്തിയ ദിനാചരണം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TV റോഷ് ഉദ്ഘാടനം ചെയ്തു.
സെയ്ദ്, ഡോക്ടർ സുനിൽകുമാർ, ഡോക്ടർ നദീറ ബാനു, ആശുപത്രി കൗൺസിലർ അഖില തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വജനപക്ഷപാതവും അഴിമതിയും ഭരണസ്തംഭനത്തിലും പ്രതിഷേധിച്ച് പഞ്ചായത്ത് ധർണ സംഘടിപ്പിച്ചു. ദളിത് കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് ടി.കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ. കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. മുൻ മെമ്പർ വേലായുധൻ ആനപ്പാറ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം. ഉദയൻ, ആർ. കുമാർദാസ്, എം. മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. ഊരകം ALP സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികാഘോഷവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കയിലെ സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CV കൃഷ്ണനും സ്കൂളിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥി തെക്കേടത്ത് മാധവമേനോനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഇ. ബാലഗോപാൽ, ഗിൽസ ആന്റണി, VS ഗിരിജ, വിജയൻ ചേന്നനാത്ത്, PM ശങ്കരൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രളയത്തിൽ കൃഷിനാശം സംഭവിച്ച നെൽകർഷകർക്ക് ധനസഹായമോ ഇൻഷുറൻസ് പരിരക്ഷയോ ലഭിച്ചില്ലെന്ന് പരാതി. പ്രതിഷേധവുമായി കർഷകർ രംഗത്ത്. ഇരിങ്ങാലക്കുട നഗരസഭയും കൂടൽമാണിക്യം ദേവസ്വവും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. ദേവസ്വം കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകാത്തത് പ്ലാനിൽ നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്താത്തതിനാലെന്ന് നഗരസഭ. നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. യാഥാർത്ഥ്യമാകുന്നത് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമാന്തരമായുള്ള ടോൾ ഫ്രീ പാത. CPM പ്രവർത്തകൻ മതിലകത്ത് ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 7 പ്രതികൾക്കും ജീവപര്യന്തം. മായന്നൂർക്കാവ് മൂത്തേടത്ത് പ്രഭാകരനെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.